പേര് ജോവിത ലിൻസി. ഞാൻ വരുന്നത് സൗദി ആരോഗ്യമാതാ ദേവാലയത്തിൽ നിന്നാണ്. എനിക്ക് വളരെയധികം ജീവിതത്തിൽ കുറേ തടസ്സങ്ങളൊക്കെ നേരിട്ടു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത്, നിൻ്റെ തടസ്സങ്ങൾക്ക് എല്ലാത്തിനോടൊരു പ്രതിവിധി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. പക്ഷേ എനിക്ക് ആദ്യം അങ്ങനെ അത്ര വിശ്വാസമൊന്നും ഉണ്ടായില്ല. എന്നാലും എൻ്റെ ആൻറ്റി, കാരണം ഏറ്റവും ആദ്യം വന്ന തടസ്സമെന്ന് വെച്ചാൽ കോളേജ് ലെക്ചറർ ലിസ്റ്റിൽ വന്നിരുന്നു PSCയിൽ. പക്ഷേ ഇൻ്റർവ്യൂ മിസ്സായി. പിന്നീട് നമ്മൾ എത്ര കേസിന് പോയിട്ടും ആ ജോലി കിട്ടുന്നില്ല. അങ്ങനെ എല്ലാം പടിവാതിൽക്കൽ എത്തുമ്പോൾ തടസ്സം വരുന്നു. അങ്ങനെ 2018 എൻ്റെ ആൻറ്റി ആദ്യം പറഞ്ഞു, ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ, നമുക്ക് മോളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 2018 ഞാൻ ഉടമ്പടി എടുത്തു. കുറച്ച് നാൾ പ്രാർത്ഥിച്ചെങ്കിലും ഒരു പക്ഷേ എനിക്ക് ആദ്യം ആ ഒരു വിശ്വാസം കുറവായിട്ടാണ്. എന്താണെന്ന് ഞാൻ 3 മാസം കഴിഞ്ഞു. പിന്നീട് അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാത്തൊരു ഇതിലായി. പക്ഷെ എന്നിരുന്നാലും ആ സമയത്ത് എനിക്ക് എൻ്റെ PhDയുടെ രീതിയിൽ ഒരു ഓഫർ ലഭിക്കുകയുണ്ടായി. ആ കൊല്ലം എനിക്ക് ജർമ്മനിയിൽ എൻ്റെ ഒരു പ്രസൻറ്റേഷന് പോകാൻ പറ്റി. അത് 1 രൂപ പോലും മുടക്കില്ലാതെ മാതാവ് എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചു എന്നെ. നല്ല അതിൽ ആ സബ്ജക്റ്റിൽ നല്ല നോളജുള്ള കുറേ പേരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ പറ്റി. പക്ഷേ എൻ്റെ PhDയിൽ അപ്പോഴും തടസ്സങ്ങൾ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അതിനൊരു ഫലമില്ലാത്ത പോലെ അവസാന നിമിഷം അത് റിജക്റ്റ് ആവും. പിന്നീട് 2020 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനൊരു റിജക്ഷൻ. എത്ര വർഷമായിട്ട് PhDക്ക് വേണ്ടി? 2012 ഞാൻ രജിസ്റ്റർ ചെയ്തത്. തടസ്സങ്ങൾ ഉണ്ടായി. ഞാൻ കൊച്ചിയിൽ തുടർന്ന സമയത്ത് ഞാൻ വീണ്ടും പ്രശ്നങ്ങൾ വന്നു. 1.5 കൊല്ലത്തോളം ആ ചെയ്ത കാര്യങ്ങൾ ഉപേക്ഷിച്ച് അവരുടെ മെയിൻ സെൻ്ററായ ഗോവയിൽ പോയി അവിടെ ചെന്നപ്പോഴും ആ ഗൈഡിന് എന്തോന്ന് അറിഞ്ഞൂടാ, നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ മാഡം ഒരു തരത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ വിവാഹം നടന്നു, എൻ്റെ ഡാഡിക്ക് സ്ട്രോക്ക് വന്ന് കിടന്നു. അങ്ങനെ പ്രശ്നങ്ങൾ തന്നെ. അപ്പോൾ 2018 ഞാൻ ചെയ്തു തുടങ്ങിയെങ്കിലും എവിടെയോ വെച്ചത് നിന്നുപോയി. പക്ഷേ 2020 ആയപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഞാനൊരു പേപ്പറിൻ്റെ സബ്മിറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ അവർ മെസ്സേജ് അയച്ചു, സോറി, നിങ്ങൾ അയച്ചത് സമയം അതിക്രമിച്ചു, ഞങ്ങൾക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോഴാണ് ഞാൻ ഓർത്ത, മാതാവേ, ഞാൻ ഇങ്ങനൊരു ഉടമ്പടി ആദ്യം തുടങ്ങി വെച്ച് ഇടയിൽ വെച്ച് നിർത്തി. ഇനി അതുകൊണ്ടാണാവോ ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒന്നും കൂടി മാതാവിനോട് പറഞ്ഞ്, ഇന്ന് എനിക്കിത് നടത്തി തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ വന്ന് ആത്മാർത്ഥമായിട്ടും തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെയല്ല, എൻ്റെ മനസ്സോടെ തന്നെ ഞാൻ ഉടമ്പടി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ട ഉടനെ തന്നെ ആ ഫോറിൻ ജേണലിൽ നിന്ന് അവർ പറഞ്ഞു, ഇല്ല, തനിക്ക് വേണ്ടി ഞങ്ങൾ ഒരാഴ്ചയും കൂടി ഞങ്ങൾ നീട്ടിത്തരാം, എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2020 ജാനുവരി 11 ഉടമ്പടി എടുക്കാൻ ഇവിടെ വീണ്ടും വന്നു. പക്ഷെ അന്ന് ഞാൻ വന്നപ്പോൾ ആത്മാർത്ഥമായി തന്നെ ഇത് മാതാവ് നടത്തിത്തരും എന്നുള്ള ഉത്തമമായ വിശ്വാസത്തിലാണ് വന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കുറേ അധികം അത്ഭുതങ്ങൾ നടന്നു തുടങ്ങി. കാരണം ഏറ്റവും ആദ്യത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ അപ്പോഴും റിജക്റ്റ് ആയെങ്കിലും ഞാൻ ആ മാഡത്തിനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, മാഡം, എനിക്കിങ്ങനെ ആരും ഹെൽപ്പൊന്നുമില്ല, ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത്. ആ മാഡം എന്തോ ഒരു അലിവ് തോന്നി. അവരുടെ പേര് ജർമ്മനിയിലുള്ള കാരോലിൻ ലോഷർ എന്നാണ്. അവർക്ക് നമ്മളായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, അവർക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ മാതാവ് അവരെ തോന്നിച്ചു. അതോടെ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ഗൈഡൻസ് തന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ എനിക്ക് എഴുതാനും അത് നല്ല രീതിയിൽ തന്നെ പബ്ലിഷായി. മാഡത്തിന് 2020 ആയി പബ്ലിഷ് ആകാൻ. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു തുടക്കം എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള ഗൈഡില്ലാൻ എനിക്ക് മാതാവായിട്ട് ഇങ്ങനെ ഒരു മാഡത്തിന് എവിടെന്നോ ജർമ്മനിയിൽ നിന്ന് ഒരു മാഡം ബൈ ഇമെയിൽ മാത്രം ഗൈഡ് ചെയ്യുന്നു. വർക്കുകളൊക്കെ നടക്കുന്നു. അവർക്ക് നമ്മുടെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങനെ മാഡം എന്നെ ഇഷ്ടപ്പെട്ടിട്ട് പല ജേണലിൻ്റെ റിവ്യൂവറായിട്ടൊക്കെ എനിക്കും കുറേ അവസരങ്ങൾ, നിനക്ക് കഴിവുണ്ട് എന്നുള്ള രീതിയിൽ പല രീതിയിൽ നമ്മൾ ആ പ്രചോദനം കിട്ടി. അങ്ങനെ ഒരു പേപ്പറിന് 2 പേപ്പർ പബ്ലിഷായി PhDക്ക് മുമ്പ്. കഴിഞ്ഞ 2021 ജൂലൈയിൽ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എനിക്ക് പബ്ലിക്കേഷൻസിന് തടസ്സം മാറിയതോടെ തന്നെ പിന്നീട് എല്ലാ കാര്യങ്ങളും എൻ്റെ ഗൈഡ് പോലും എന്നോട് എന്തോ പിന്നീടൊരു സ്നേഹത്തിൽ പെരുമാറാൻ തുടങ്ങി. PhDയുടെ സമയത്ത് ഗൈഡ് പലതരത്തിൽ, അതുവരെ എന്നെ ഒരു തരത്തിൽ നോക്കാതിരുന്ന മാഡം എന്നെ സഹായിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായി. അങ്ങനെ 2021 ജൂലൈ 20 എൻ്റെ PhD
എനിക്ക് അവാർഡായി. അതിൻ്റെ പ്രീ സിനോപ്സിസ് പ്രസൻറ്റേഷൻ ഞാൻ എൻ്റെ ഗൈഡിനോട് നിർബന്ധം പറഞ്ഞു. മാതാവിൻ്റെ ദിവസമാണ് ഡിസംബർ 7. അന്നത്തെ ദിവസം തന്നെ എനിക്ക് പ്രീ സിനോപ്സിസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അന്നത്തെ ദിവസമാണ് ആദ്യത്തെ സിനോപ്സിസ് നടന്നത്. കാരണം എനിക്ക് മാതാവ് ഉണ്ടെങ്കിൽ എന്തും സാധിക്കും എന്നുള്ളൊരു വിശ്വാസം. കാരണം തിരുക്കുമാരൻ്റെ മാതാവ് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല, തിരുക്കുമാരനോട് അപേക്ഷിച്ചാൽ ഇത് കിട്ടും എന്നുള്ള വിശ്വാസം എനിക്ക് ഉറച്ചു. അതിനുശേഷം ഒരുപക്ഷെ ഞാൻ കാര്യമായിട്ട് ആഗ്രഹിക്കാന കാര്യങ്ങളാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ വീണ്ടും പല അത്ഭുതങ്ങളുണ്ടായി. എൻ്റെ മോൻ്റെ അഡ്മിഷൻ ഞാൻ KVയിൽ അപ്ലൈ ചെയ്തപ്പോൾ RT എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ എനിക്ക് നിലവിൽ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാറ്റഗറി പ്രകാരം 14 വയസ്സ് വരെ അവന് നമ്മൾ ഫീസിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. വീടിൻ്റെ തൊട്ടടുത്തുള്ള കേന്ദ്ര വിദ്യാലയയിൽ 1ാം ക്ലാസ്സിൽ അത് ലോട്ടറിയാണ്. 10-15 പിള്ളേർക്ക് മാത്രമേ ലോട്ടറിയിൽ വരുള്ളൂ. അത് തൊട്ടടുത്തുള്ള KV തന്നെ മോന് അഡ്മിഷൻ ശരിയാക്കി തന്നു. പിന്നീടുള്ളൊരു അത്ഭുതം എന്ന് വെച്ചാൽ എനിക്ക് ഈ വന്ന സമയത്ത് 2-3 മാസമായിട്ട് ഉപ്പൂറ്റിയിൽ വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറിനെ കാണിക്കും. ഡോക്ടർ അപ്പോൾ വെയിറ്റ് കൂടിയിട്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ എഴുതി തരുമെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു. പക്ഷേ ആ ഉടമ്പടി ഇവിടെ വന്ന് രണ്ടാമത് എനിക്ക് വന്നെടുക്കാൻ തോന്നിയ ദിവസം ഞാൻ ഇവിടെ വന്ന് അന്ന് കിട്ടിയ തൈലം പൂശി. പക്ഷെ പിന്നീട് എനിക്ക് വെയിറ്റ് ഉണ്ട്, ഇപ്പോഴും നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ എന്നാലും ഒരിക്കലും എനിക്ക് ഉപ്പൂറ്റിയിൽ ആ വേദന പിന്നീട് വന്നിട്ടില്ല. പിന്നെയുള്ളൊരു അത്ഭുതം ജോലിക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജോലികൾ ഇങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. പക്ഷേ എന്തായാലും മാതാവിൻ്റെ തീരുമാനമായിരിക്കും ഇത് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. ആ കൊല്ലം തന്നെ എനിക്ക് ഗസ്റ്റ് ലെക്ചറായിട്ട് ഞാൻ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഈ കാശ് രൂപം കൈ കരുതാറുണ്ട്. കാരണം എനിക്ക് പിന്നെ ഒരു വിശ്വാസമാണ് ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ആദ്യം സെൻറ്റ് മൈക്കിൾസിലെ ഗസ്റ്റിന് വന്നപ്പോഴത്തേക്കും അച്ഛന് ഭയങ്കര അച്ഛൻ പറഞ്ഞ് മീൻസ് വേറൊരു ക്വാളിഫിക്കേഷനുള്ളൊരു കുട്ടി ഉണ്ടായിട്ട് പോലും അച്ഛൻ പറഞ്ഞ് തനിക്കെന്നാലും നെറ്റും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ എടുക്കാനാണ് താല്പര്യം. അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും മൈക്കിൾസിൽ ജോലി കയറി മാതാവിൻ്റെ തിരുസന്നിധിയിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി ഇവിടെ അടുത്തായതുകൊണ്ട്. പിന്നീട് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ പഠിച്ച കോളേജിൽ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പെർമനൻറ്റിൽ തന്നെയാണ്, പക്ഷേ അൺഎയ്ഡഡ് പോസ്റ്റിലാണ് കയറിയിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് മാതാവ് ഇത്രയും നേടിത്തന്ന സ്ഥിതിക്ക് എയ്ഡഡ് ആയിട്ടുള്ള ജോലി കൂടി എത്രയും പെട്ടെന്ന് മാതാവിന് നല്ലൊരു നമുക്ക് ദൈവം തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് എയ്ഡഡ് പോസ്റ്റിലോട്ട് മാറ്റി ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഇപ്പോൾ ഈ കിട്ടിയേക്കുന്ന മാസം ഉള്ള ശമ്പളം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതും ഏറ്റവും അടുത്തുള്ള കോളേജിൽ തന്നെ മാതാവ് അതിന് വഴിയൊരുക്കി തന്നു. പിന്നെയുള്ളത് എനിക്കൊരു അത്ഭുതം പറയാനുള്ളത്, ഞാൻ എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും പ്രത്യേകിച്ച് ഡാഡി കിടപ്പിലായിട്ട് 2014 ഫെബ്രുവരിയിൽ കിടപ്പിലായതാണ്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒരു ആരോഗ്യത്തിനായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ മെയ്യിൽ വീട്ടിലെല്ലാവർക്കും തന്നെ കോവിഡ് വന്നു. കൊച്ചിനും വന്നു, എനിക്ക്, മമ്മിക്ക്, ചേച്ചിക്ക് എല്ലാവർക്കും വന്നു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും പേടി ഡാഡിനെ കുറിച്ചായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ആർക്കും തന്നെ അത് വലിയ രീതിയിലൊന്നും ബാധിച്ചൊന്നുമില്ല. ഡാഡിക്ക് പോലും, ഡാഡിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വറീഡായിരുന്നത്. പക്ഷെ ഡാഡിക്ക് പോലും ഒരു കുഴപ്പമില്ല. ഡാഡി ഇങ്ങോട്ട് പറയേണ്ടതാണ്, മോളെ എനിക്ക് ഭക്ഷണമൊക്കെ നമ്മൾ ഈ അസുഖത്തിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴിക്കണം, നമ്മൾ തളർന്നു പോകരുത്. അങ്ങനെ ആർക്കും തന്നെ ശ്വാസതടസ്സമോ അങ്ങനെ കോവിഡിൻ്റെ തളർച്ച ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു തരത്തിലും രോഗം മൂർച്ഛിക്കാതെ മാതാവ് കാത്തു. ഇന്നാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് യാതൊരു കാര്യത്തിലും അങ്ങനെ പേടിയില്ല. കാരണം മാതാവുണ്ട്, നമുക്ക് മാതാവ് തീരുമാനിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ രണ്ടാമത് ഞാൻ സ്വീകരിച്ച ആ വിശ്വാസം നമുക്ക് വേണം. അതാണ് എനിക്ക് മനസ്സിലായത്. ഇനി മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി.